ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ജോഗിനി വാട്ടർഫോൾ കാണാൻ പോവാണ്. ഒരു 6 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ട്. മോർണിംഗ് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി പോവാണ് ഇപ്പം കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്കി അതിൽ കൂടെ ഞങ്ങൾക്ക് വിഷ്വൽസൊക്കെ കാണാം. അങ്ങനെ ഒരു 3 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ടായിരുന്നു. വൺ സൈഡ് തന്നെ എത്തി ഡെസ്റ്റിനേഷനിൽ. എന്നാ വ്യൂ ആണ്! വെള്ളച്ചാട്ടം, നല്ല തണുത്ത വെള്ളം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ കല്ലുമ്മ കയറിയൊക്കെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചേക്കണേ. ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി വ്യൂ ഉണ്ട്, കാണാൻ അടിപൊളി ലുക്കാണ്. എന്നാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോയി. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ജോഗിനി വാട്ടർഫോളിന്റെ മുകളിലെത്തിയൊക്കെയാണ്. കാണില്ലല്ലോ, ക്ലിയർ ആവുന്നില്ല. അവിടെ വെച്ചത് അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാണ് ഞങ്ങൾ. അങ്ങനെ ഇനിയൊരു 3 കിലോമീറ്റർ അടിയിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് അടിയിക്കറങ്ങാൻ നേരത്തെ നോക്കുമ്പോൾ അതേ പട്ടികൾ വഴി കാണിക്കാനായിട്ട് വന്നേക്കണേ 2 അങ്ങനെ അടിയിക്കറങ്ങുമ്പോഴാണെങ്കിൽ സൽമാൻ ഇതേ വേഗം ഇറങ്ങിയിട്ട് ആകെ കുഴഞ്ഞ അവിടെ ഇരിപ്പായി. വയ്യണ്ട ഇനി അവിടുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ശ്വാസമൊക്കെ ഇട്ട് മെല്ലെ ഇനി ചിഞ്ഞ് വരും. അങ്ങനെ താഴത്തെ തന്നെ ഇപ്പൊ മണലിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വൂളൻ ഷോക്സുകൾ, ക്യാപ്പ്, ബാൻഡുകളൊക്കെ ഇവര് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യണത്. അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ കാണാൻ എന്ത് രസമാണ്. അയിറ്റ നേരം അവിടെ ഇങ്ങനെ നോക്കുന്നു എന്തിട്ടൊക്കെയാണ് കാണിച്ച് നെയ്യണത്. അങ്ങനെ ചെറിയ ചീപ്പ് റേറ്റിലായി സാധനങ്ങളൊക്കെ കിട്ടണം. അങ്ങനെ ഇന്നത്തോടെ നമ്മുടെ മണാലി ട്രിപ്പ് എൻഡ് ചെയ്യാണ്. ഇനി നേരെ ഇറങ്ങാ, ബസ് കയറാ, ഡൽഹിക്ക് പോവാ. ഇനി അവിടെ വെച്ച് കാണാം. ബൈ.